സത്യപ്രതിജ്ഞ കണ്ടിട്ട് ഇതുപോലെ കോരിത്തെരിച്ചൊരു സമയം ഈ കാലയളവിലൊന്നും ഉണ്ടായിട്ടുണ്ടാവും. എന്താല്ലേ അദ്ദേഹത്തിന്റെ കരിയറും ഒരു സിനിമയായി, ജീവിതവും ഒരു സിനിമ പോലെയായിട്ട് മാറുന്ന ഒരു അപൂർവ നിമിഷങ്ങളാണ് കാണുന്നത്. ചെറുപ്പത്തിലേ നിന്ന് എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിച്ചു. ഓരോ വളർച്ചയും ഓരോ ആളുകളും അടിച്ചമർത്താൻ ശ്രമിച്ചു. തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ സ്വയം ശ്രമിക്കുമ്പോൾ അവിടെയും ആളുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചു. അവിടെ എല്ലാം ഉയർത്തിയെഴുന്നേറ്റ് സൂപ്പർ സ്റ്റാറായി മാറി. അദ്ദേഹത്തിന് ആകണ്ടായിരുന്ന സപ്പോർട്ട് തന്റെ ജനങ്ങൾ മാത്രമാണ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അദ്ദേഹം തന്റെ സിനിമയിലൂടെ ജനങ്ങളിലോട്ട് എത്തിച്ചു. തമിഴ്നാടും ഒട്ടുമിക്ക ഇന്ത്യയിലും നടക്കുന്ന ബഹുഭൂരിപക്ഷ കൊള്ളകളെപ്പറ്റിയും രാഷ്ട്രീയ അരാജകത്വത്തെ പറ്റിയും വ്യക്തമായ നിലപാടോടുകൂടി അദ്ദേഹം തന്റെ സിനിമകളിൽ എത്തിച്ചു. അത് രാഷ്ട്രീയ കക്ഷി ചേരിതിരിഞ്ഞുകൊണ്ട് അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന വിഷയങ്ങളായാലും, കർഷകരുടെ വിഷയങ്ങളായാലും, വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ കൊള്ളകളായാലും, വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന തമിഴന്മാരുടെയും മറ്റു ഇതര ജാതീയ വ്യവസ്ഥയിലുള്ള വേർതിരിവിന്റെ വിഷയങ്ങളെക്കുറിച്ചായാലും, അങ്ങനെ എണ്ണിപ്പറയാൻ പറ്റുന്ന ഏതൊക്കെ തരത്തിലുള്ള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഓരോ ലീഡർഷിപ്പിന് അണ്ടർ നടക്കുന്ന കൊള്ളകളെല്ലാം എടുത്തു വെച്ച് സിനിമകളിലൂടെ ജനങ്ങളോട് എത്തിക്കുമ്പോൾ അവരെല്ലാം കൂടി ഓരോരോ സിനിമകളും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലും വ്യക്തിപരമായിട്ടും അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അവിടെ നിന്നെല്ലാം താൻ ഉയർത്തിയെഴുന്നേറ്റ് വന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ഒരു 2 വർഷം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായതല്ല ജോസഫ് വിജയ്. അദ്ദേഹം നിശബ്ദത പാലിച്ചുകൊണ്ട്, ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട്, തൻ്റെ വിഷൻ ആൻഡ് ഡ്രീം ഇത് രണ്ടിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ, 10-15 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം ഈ ഒരു വിഷനുമായിട്ട് മുന്നോട്ട് കടന്നിരുന്നു. അതിന് സൈലന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ പോലും പല സോഷ്യൽ വർക്കായി കൺവേർട്ട് ചെയ്തുകൊണ്ട് പല വിഷയങ്ങളിലും സമൂഹത്തിന് വേണ്ടിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പല വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് താൻ ഒരു CM അല്ലെങ്കിൽ ഒരു ജനനായകനാവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് ജനങ്ങളിലോട്ട് സൈക്കോളജിക്കലി എത്തിച്ചു കൊടുത്തതാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന പദവിയിലെത്തിയത്. പാർട്ടി തന്നെ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമം കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലോട്ട് എത്തിക്കാൻ വന്നപ്പോൾ, സിനിമ തന്നെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ടോ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ തന്നെ അങ്ങോട്ട് വിജയ് മാറ്റി കളഞ്ഞ പോലെ അല്ലേ. ഇതൊക്കെ ആർക്കാ സാധിക്കുക? ഇതൊക്കെ ഓരോ എന്താ പറയുക ഡെസ്റ്റിനി. വിദ്യാഭ്യാസം, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികളുടെ വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട് സ്വയം CM ആവുമെന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം ഫൈനലി ആ വിഷനെ സൈലന്റ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ട്, ഡിസിപ്ലിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ട് ഒടുക്കം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുകയാണ്. ഇത് തമിഴ്നാട് ജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവട്ടെ. തുടർന്ന് ഇതേപോലത്തെ എന്താ പറയുക ഇനീഷ്യേറ്റീവായിട്ട് മറ്റുള്ള ആളുകളും രംഗത്ത് വരട്ടെ എന്ന് ആശംസിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതേസമയം നമ്മളുടെ കേരള സംസ്ഥാനത്തിനായിട്ട് ഒരു മുഖ്യമന്ത്രി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.